ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള പ്രൊജക്ട്സ് നമുക്ക് വളരെ നമ്മളൊരു 10-9 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇത് പക്ഷെ അത്തരം ഒരു പ്രൊജക്റ്റാണ് എന്നെ സംബന്ധിച്ച്. ആഗ്രഹിച്ചിരുന്ന കാര്യം മ്യൂസിക് കമ്പോസർ ആവുക എന്നുള്ളതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അത് പഠിച്ചതും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിലേക്ക് എങ്ങനെ എത്താം, ഞാൻ എന്താണെന്ന് കാണിക്കുന്നതായിരിക്കും എൻ്റെ എല്ലാ കലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. എൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊടിമീശ മുളക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. സംഗീത സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ആനന്ദ് മധുസൂദനനാണ് മലബാർ ജേണലിനൊപ്പം. സ്വാഗതം സർ. നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ വിശേഷമാണ് ഏറ്റവും പുതിയ വിശേഷം. അതിൽ സ്ക്രിപ്റ്റ് ചെയ്തു, അതുപോലെ മ്യൂസിക്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാന വേഷത്തിലും എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശേഷം എങ്ങനെയാണ് കരിയറിലെ ഒരു പ്രധാനപ്പെട്ട വിശേഷമാകുന്നത്? വിശേഷം എനിക്ക് എല്ലാ രീതിയിലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. ഒന്ന്, ആദ്യമായി അഭിനയിക്കുക എന്ന് പറഞ്ഞ കാര്യം, അഭിനയം എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ചിന്തയിൽ പോലും വരാത്തൊരു കാര്യമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അഭിനേതാവ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. എന്നാൽ സംഗീതവും കഥ എഴുതുന്നതൊക്കെ എപ്പോഴും സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായിരുന്നു കൂടുതൽ ചിന്തിച്ചിരുന്നത്. അപ്പം ഈ സിനിമ ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അഭിനയിക്കുന്ന കാര്യമൊക്കെ മുന്നോട്ട് വന്നത്. അപ്പം ആ രീതിയിൽ അത് വളരെ സ്പെഷ്യലാണ്. പിന്നെ അതിനെക്കാട്ടും ഉപരി എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള പ്രൊജക്ട്സ് നമുക്ക് വളരെ നമ്മളൊരു 10-9 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇത് പക്ഷെ അത്തരം ഒരു പ്രൊജക്റ്റാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോഴാണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. സോ അത് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന കാര്യം കൂടിയായിട്ടാണ് വിശേഷത്തെ ഞാൻ കാണുന്നത്. ഓക്കെ. ഇപ്പോൾ സിനിമയുടെ ടീസർ പുറത്തു വന്നു, അതുപോലെ പാട്ട് വന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രേക്ഷക പ്രതികരണമുണ്ട്. ഇപ്പോൾ സിനിമ വളരെ റിലേറ്റബിളാണ്, വളരെ സിമ്പിളാണ്, വല്ലാത്തൊരു പോസിറ്റീവ് അനുഭവം നൽകുന്നു. ഇതൊക്കെ പ്രേക്ഷകർ തന്നെ പറയുന്നതാണ് കമൻറ്റ് സെഷനിലൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെയാണോ സിനിമയുടെ ഒരു ഒഴുക്കും? അങ്ങനെ തന്നെയാണോ? ആ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെയാണോ? തീർച്ചയായിട്ടും. സിനിമ വിശേഷം സംസാരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കഥയാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ തൊട്ട അയൽവക്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഇയാളെ കാണാം, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളെ കാണാം. നമ്മുടെ വീട്ടിലെ കഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് ടീസർ തുടങ്ങുന്നത് തന്നെ. അതെ അതെ. നിങ്ങൾ ഒരാളെ നായകനായി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത്രമേൽ സാധാരണക്കാരന്റെ കഥയാണ് അത്. മറിച്ച് ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ കറന്റ് ആയിട്ടുള്ള, വളരെ റെലവെന്റ് ആയിട്ടുള്ള, സംസാരിക്കേണ്ട ഒരു വിഷയമാണ് വിശേഷം എന്ന ആ ടൈറ്റിലിൽ തന്നെ നമ്മൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ്, പഴയ കാലങ്ങൾ തൊട്ട് നമ്മൾ വിശേഷമായില്ലേ എന്നൊരു ചോദ്യം കേട്ടിട്ടാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ഈ ചോദ്യം വിശേഷമായില്ലെന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് ഈ ചോദ്യം. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, SSLC പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ചോദിക്കുന്നവർക്ക് അടുത്ത പരിപാടി. അത് കഴിഞ്ഞ് തുടരെ നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ പറയും, ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ഒന്നിനിടയിൽ ചോദിക്കും, പടമൊന്നും ഇല്ലല്ലേ, ഹൗ യു ഫ്രെയിം എ സെന്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയേണ്ട ആളെടുക്കേണ്ടി വരുന്ന ഒരു പ്രഷർ അയാൾക്ക്. അപ്പൊ ചോദിക്കുന്ന ആൾ ഇതൊന്നും അറിയുന്നൊന്നും വരില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചും അതിനപ്പുറം ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഉള്ളത്. വളരെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇത്രയേറെ ജനങ്ങളുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെയാണ് ഇത്രയധികം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്, ഇത്രയധികം ബിൽ ബോർഡുകൾ അതിൻ്റെ സ്ഥാപിക്കുന്നത്, ഇത്രയധികം പരസ്യവാചകങ്ങൾ അതിനുണ്ടാകുന്നത്. ഇതെല്ലാം ചേർത്ത് വെച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ റിലേറ്റബിൾ ആവണമെന്ന് വളരെ നിശ്ചയം ഉണ്ടായിരുന്നു, നമുക്ക് അത് കൃത്യത ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആ സിനിമയിൽ പറയുന്നത്. പക്ഷെ വളരെ എൻ്റർടൈനിങ് ആയിട്ട്, വളരെ ചിരിയുടെ ഒരു മേമ്പൊടിയോട് കൂടി തന്നെയാണ് ഇത് സാധാരണക്കാരനിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ വിശേഷത്തിൻ്റെതായിട്ടുള്ളൊരു ത്രെഡ് ഓരോന്നോരോന്നായി വന്നപ്പോഴും ഒരു
റിലേഷൻഷിപ്പ്, പ്രണയബന്ധങ്ങൾ, പങ്കാളി, ഇതിലൊക്കെ വിശേഷത്തിന് സംതിങ് ന്യൂ അല്ലെങ്കിൽ എന്തോ പറയാനുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അറിയാം, രണ്ടാം കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്, സെക്കൻഡ് മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് മാരേജിനെ നമ്മുടെ സൊസൈറ്റി കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അതിൽ തന്നെ ആ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഒരു കഥാപാത്രം ഹൗ എങ്ങനെയാണ് ഇത്. അതായത് ജീവിതം അവസാനിക്കാത്ത ഒന്നാണ്, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഇത് മറിച്ച് ഇതിനെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഓരോ പോയിന്റിനെയും ഒരു കുഴപ്പമായി കണക്കാക്കുന്ന എന്തൊക്കെയോ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട്. ഒരു ഒരു എന്താ പറയുക, രണ്ടാമതൊരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണോ? അല്ല, അത് അവരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്. ഇനി അല്ലെങ്കിൽ രണ്ടാമതൊരാൾ കല്യാണം കഴിക്കാൻ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് പെണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരു പുരുഷനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. ഇനി ഇതിനെക്കാട്ടും ഉപരി നമ്മൾ പൊതുവായിട്ട് സിനിമയിൽ കാണുന്ന കാര്യമാണ്, രണ്ടുപേര് കാണുന്നു, പ്രണയിക്കുന്നത്. ഈ പ്രണയം കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നാട്ടിൽ. അവരെ ആര് റെപ്രസെന്റ് ചെയ്യും? എന്നെ ഈ സിനിമയിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു ഘടകം അതായിരുന്നു. ഇപ്പൊ നമ്മൾ മാട്രിമോണിയൽ സൈറ്റുകളിൽ ആണ് ഒരുപാട് പേര് തന്റെ പങ്കാളിയെ കണ്ടെത്താൻ 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിച്ച് പിന്നെ ഒരുപാട് സംസാരങ്ങളിലേക്ക് അവരെത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ അതിനു മുമ്പേ അവരുടെ കല്യാണം തീരുമാനിച്ചു. മാച്ച് ഓർ നോട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് പിന്നെ നീങ്ങുന്നത്. അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾക്ക് ലോകത്ത് നടക്കുന്ന പല കാര്യത്തിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ പോകുന്ന ചില വഴികളുണ്ട്. അതിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാനിതിനെ സമീപിച്ചിട്ടുള്ളത്. ഇതിനെ പങ്കാളി എന്ന് പറയുന്നത് എന്താ പറയുക, അതിൻ്റെ ആഴം വളരെ വ്യക്തമായിട്ട് പറയാനാണ് നമ്മൾ ഈ കഥ കൂടി ശ്രമിച്ചിട്ടുള്ളത്. അത് ആരായിരിക്കാം, എങ്ങനെയായിരിക്കാം, ഇതിൻ്റെ ശരിയോ തെറ്റോ അല്ല പറയുന്നത്, ഇങ്ങനെയും ആകാം എന്ന് പറയുന്ന ഒരു സാധ്യതയെ കുറിച്ചാണ് നമ്മൾ തുറന്നിടുന്നത്. നമുക്ക് ആനന്ദ് മധുസൂദനൻ എന്ന ഒരു മ്യൂസിക് കമ്പോസറിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു മോളി ആൻറ്റി റോക്സ് ആണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. പക്ഷേ അതിനു മുൻപും ശേഷവും ഒരു സംഗീത ജീവിതം ഉണ്ടാകും. ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു, അതുപോലെ സിനിമയിലേക്ക് വരുന്നതിന്റെ മുന്നേ ഉള്ളൊരു മ്യൂസിക് ഇതെങ്ങനെയായിരുന്നു, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എന്നും എപ്പോഴും ആഗ്രഹിച്ചിരുന്ന കാര്യം മ്യൂസിക് കമ്പോസർ ആവുക എന്നുള്ളതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അത് പഠിച്ചതും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിലേക്ക് എങ്ങനെ എത്താം, സംഗീത സംവിധാനത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളൊരു ചിന്തയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വളരെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ മ്യൂസിക്കിലാണ് ഉള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലവട്ടം പറയാറുണ്ട്. അതായത് പണ്ട് താജ്മഹൽ ചായപ്പൊടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, വാ താജ് എന്ന് പറഞ്ഞൊരു ഉസ്താദ് സക്കീർ ഹുസൈൻ ഉസ്താദ് എല്ലാവരൊക്കെ കൂടി തബല വായിച്ചിട്ട് പറയുന്നത്. ആ തബല വായിച്ചിട്ട് പറഞ്ഞ് കേട്ടിട്ടാണ് എനിക്ക് ഈ ഒരു വാദ്യോപകരണം പഠിക്കാനുള്ള കൊതി തോന്നുന്നത്. പക്ഷെ അത് പഠിക്കാൻ നടന്നില്ല. എന്നൊന്നും നമ്മുടെ നാട്ടിലൊന്നും തബല പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് ചേർത്തത് ചെണ്ട പഠിക്കാനാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഓരോ കാലഘട്ടത്തിലായി പലതായി പഠിച്ച് സൗണ്ട് എഞ്ചിനീയറിംഗ് എടുത്തു. അതിനുശേഷം ഇതാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചെന്നൈ പഠിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. കുറച്ചധികം പരസ്യ ചിത്രങ്ങൾക്ക് സംഗീതം നൽകുകയുണ്ടായി. അങ്ങനെയാണ് മോളി ആൻറ്റി റോക്സ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനും രഞ്ജിത് ശങ്കർ സാറും കണ്ടത്. ആ സിനിമ പക്ഷെ പിന്നീട് സംഭവിച്ചില്ല. ഉടനെ തന്നെ മോളി ആൻറ്റി റോക്സിലേക്ക് കിടക്കുകയും അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ സമയത്ത് എന്നെ സംബന്ധിച്ച് കരിയറിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ഞാൻ നിന്നുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു, സ്റ്റക്കായ പോലെ. എനിക്ക് തുടരെ സിനിമകൾ കണ്ടെത്താൻ 1 വർഷത്തിൽ ഒരു സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും അങ്ങനെ കാര്യമായി ഒരു ചലനം ഉണ്ടാക്കിയില്ല എൻ്റെ കരിയറിൽ. ബട്ട് 4 വർഷത്തിന് ശേഷം ഇതേ സംവിധായകൻ സൂരജ് ടോം, നമ്മളെ വിശേഷത്തിന്റെ അതേ സംവിധായകന്റെ പാവ എന്ന ചിത്രം വരുമ്പോഴാണ്, അതിന് എന്നെ പാട്ട് ചെയ്യാനല്ല വിളിച്ചത്, പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കഥ കേട്ടതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ പോയിട്ട് ഞാനൊരു പാട്ടിന്റെ ട്യൂൺ ചെയ്തിട്ട് അവരെ കേൾപ്പിക്കുകയും ആ പാട്ടാണ് പിന്നീട് എന്നെ മലയാളികളോട് ഏറ്റവും അടുപ്പമുള്ള ആളാക്കി മാറ്റുന്നത്. പൊടിമീശ മുളക്കണ കാലം എന്നുള്ള പാട്ട്. അതും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത്
പി ജയചന്ദ്രൻ എന്നുള്ള ഭാവഗായകനെ കൊണ്ട് അത്രയും ലെജൻഡായിട്ടുള്ളൊരു ആളെ എനിക്ക് പാട്ട് പാടിക്കാൻ പറ്റി. അത് ആ പാട്ടോടുകൂടിയാണ് എൻ്റെ ജീവിതം തന്നെ മാറുന്നത്. അതിനിടയിൽ ഞാൻ ഇത് ഇട്ടിട്ട് പോകാൻ ആലോചിച്ചിട്ടുണ്ട്, ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. അവിടുന്ന് കരിയർ ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് പുണ്യാളൻ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഇതുവരെയും ആ സ്റ്റക്ക് അവസ്ഥ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പൊടിമീശ മുളയ്ക്കുന്ന ആ പാട്ടിന് അപ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ട് കരിയർ. എനിക്ക് തോന്നുന്നു പാവ എന്നുള്ള സിനിമയെക്കാളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ പറയാറുണ്ട്, ആ സിനിമ പലർക്കും ചിലപ്പോൾ പേര് അറിയാറില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പാട്ട് പറയുമ്പോഴാണ് അറിയുന്നത്. ഈവൻ എൻ്റെ മുഖത്തിനും മേൽവിലാസം, എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പരിചയമൊന്നും അല്ല ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ. മറിച്ച് എൻ്റെ പാട്ട് ഏതാന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ചിത്രങ്ങൾ ഏതാന്ന് പറഞ്ഞാലാണ് ഞാൻ ആരാണെന്ന് അറിയുക. അപ്പോൾ ആ പാട്ട് എനിക്ക് അങ്ങനത്തെ ഒരു മേൽവിലാസം തന്ന പാട്ടാണ്. ആ പാട്ടൊരു പാട്ട്. പൊടിമീശ മുളക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്, അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. ഓക്കെ, വിശേഷത്തിലേക്ക് വരാം, അതിലെ പാട്ടിലേക്ക് വരാം. പ്രണയം പൊട്ടി വിടർന്നല്ലോ. ഇപ്പോൾ സജിതയുടെയും ഷിജുവിൻ്റെയും പ്രണയം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് അതിലെ വരികളൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പ്രതികരണമായാലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് പ്രതികരണങ്ങളൊക്കെ വളരെ ഡയറക്റ്റാണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ വരികൾക്ക് എനിക്ക് ഭയങ്കര പ്രാധാന്യം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പൊടിമീശ എടുത്താലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൊണ്ടുവരുന്നതിൽ അതിലെ വരികൾക്ക് വലിയ പ്രാധാന്യം. അപ്പോൾ ആസ് എ മ്യൂസിക് കമ്പോസർ ഒരു പാട്ടിൻ്റെ വരികൾക്കുള്ള പ്രാധാന്യം എനിക്ക് തോന്നുന്നത്, പാട്ട്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പാട്ടൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇന്ന് ഞാൻ കേൾക്കുന്ന പാട്ട്. എനിക്ക് എല്ലാ പാട്ടുകളും എപ്പോഴും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളൊരു പാട്ട് ഒരു പ്രത്യേക മൂഡിൽ നമ്മളിരിക്കുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു 2 വരിയായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 2 വരി ചിലപ്പോൾ ആ ജീവിതകാലം മുഴുവൻ ആ പാട്ടിനെ നമ്മളോട് അടുപ്പിക്കും. അപ്പോൾ പാട്ടുകളുടെ വരിയാണ് അതിൻ്റെ ഇമോഷനായിട്ട് ഒരു തരത്തിൽ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂസിക് വെറും ഒരു വാദ്യോപകരണം ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഞാൻ പറയില്ല. പക്ഷെ വരികളുള്ളൊരു പാട്ടായിട്ട് വരുമ്പോൾ ആ വരികൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതായിരിക്കണം, ആ ഇമോഷൻ ആയിരിക്കണം ട്യൂണും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് എന്നും തോന്നുന്നത്. അതുകൊണ്ട് വരികൾക്ക് തീർച്ചയായിട്ടും ഒരു 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 മുൻതൂക്കം ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു നമ്മളിങ്ങനെ പറയുമ്പോഴും ചില സിനിമകളുടെ പശ്ചാത്തല സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പല സിനിമകളും ആ സിനിമ ഹിറ്റാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ BGM വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കും. അപ്പൊ അതും ഇതും എങ്ങനെ? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ലോക സിനിമ നോക്കുകയാണെങ്കിൽ ലോക സിനിമയിലെ പാട്ടിന് പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വിരളമാണ്. മറിച്ച് ഇന്ത്യൻ സിനിമകളിലാണ് നമുക്ക് പാട്ടിനെ കുറിച്ചും കൂടി പ്രാധാന്യമുള്ളത്. ഞാൻ എപ്പോഴും ഞങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു കാര്യമാണ് പാട്ട് എന്ന് പറയുന്നൊരു കാര്യം. എവിടെ അത് സിനിമയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ സംഗീതം സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ കുറേ മാറുന്നുണ്ട്. അത് കുറേ കാലം മുമ്പ് അത് ഇപ്പം നമുക്ക് പല ജോണർ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ലളിതഗാന ശാഖയുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, നമുക്കത് നഷ്ടപ്പെട്ടു. നമുക്ക് ഗസൽ ഉണ്ടെന്ന് പറയുമ്പോഴും അത് വളരെ ചുരുങ്ങിയ അവസ്ഥയിലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ പിന്നെയും ഉണ്ടെന്ന് പറയും. എന്നിങ്ങനെ വരുമ്പോൾ സംഗീതം ശരിക്കും സിനിമയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ അത് സിനിമയിലേക്ക് അതാ ഞാൻ പറയുന്നത്. സിനിമയിലേക്ക് ചുരുക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് ആ സംഗീതത്തിന്റെ ഒരു അവസ്ഥ പോകുന്നത്. മറിച്ച് പശ്ചാത്തല സംഗീതം എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അത് സിനിമയെ ഡിപ്പെൻഡ് ചെയ്യാണ്ടല്ല, സിനിമ ഒരു തരത്തിൽ പശ്ചാത്തല സംഗീതത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയ്ക്ക് അത്. അതില്ലാത്ത സിനിമകളും ഉണ്ട്. ചില സംവിധായകരുടെ വളരെ മിടുക്കേറിയ ചില തീരുമാനങ്ങളും ഒക്കെ വെച്ചിട്ട് പശ്ചാത്തല സംഗീതം വേണ്ടാന്ന് വയ്ക്കുന്ന സിനിമകളുണ്ട് ഈ കാലയളവിൽ. ഇതെല്ലാം വെച്ച് കാണുമ്പോൾ സംഗീതം എന്ന് പറഞ്ഞ കാര്യം നിൽക്കുന്നത്
ഇതിൽ നിന്ന് സിനിമയോ ഇതോ അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യമല്ല. സംഗീതത്തിന് അല്ലെങ്കിൽ പാട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം. അത് വേറെ ഒരു 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 ശാഖയായിട്ട് തന്നെ നിൽക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമാ സംഗീതം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്തല സംഗീതത്തിൽ ഊന്നി തന്നെയാണ് നിൽക്കുന്നത്. മറിച്ച് ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് പാട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അത് തന്നെ ഇപ്പോൾ മാറി തുടങ്ങി. പല പാട്ടുകൾ ഇപ്പോൾ മ്യൂസിക്കലായിട്ട് വരുന്ന പടങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ കണ്ടന്റ് മാത്രമായി മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പൊ അത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല, കാരണം നമ്മുടെ കൾച്ചറാണത്. നമുക്ക് സംഗീതം വളരെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സാധനമാണ്. എല്ലാ മനുഷ്യർക്കും അതെ, വളരെ കൃത്യമായിട്ട് നമുക്ക് അത് ഒരു സിനിമയിലെ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായി മാറുന്നുണ്ട് ആ സിനിമ പോലും ആ പാട്ടിലൂടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പൊടിമീശ പോലും അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു സിനിമയ്ക്ക് അതിനാവശ്യമുള്ള പോലെ ആണ് ആ പാട്ടുകൾ ഉണ്ടാവേണ്ടത്. പാട്ടുകൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചർച്ച വരുമ്പോൾ തന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സിനിമയല്ലാതെ തന്നെ സംഗീതത്തിന് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. ഇപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആളുടെ വരികൾക്ക് വലിയ രീതിയിലുള്ളൊരു വിമർശനം, ഇപ്പൊ മുറി വന്നൊരു ഈ പാട്ടിന് വന്ന ഒരു വിമർശനം, ഭയങ്കര സൈബർ ആക്രമണം, കലവിട്ട് അവരുടെ വസ്ത്രധാരണത്തിലേക്ക് വരെ അതിന്റെ ചർച്ചകൾ നീങ്ങി. ഇപ്പോൾ സംഗീതത്തിന് ഇങ്ങനെ ഒരു ചട്ടക്കൂടിലിട്ട് കാണേണ്ടതുണ്ടോ? അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ചട്ടക്കൂട് ഒരു കലാരൂപത്തിനും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നൊരു പാട്ടായിക്കോട്ടെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കഥയായിക്കോട്ടെ, ഇത് ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ്. ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നല്ല തുടങ്ങിയത്. ഓരോ സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ കാലഘട്ടങ്ങൾ വേർതിരിച്ച് ചരിത്രത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ ബോബ് മാർലിയുടെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനെക്കാട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു മാറ്റത്തിന്, ഒരു വിപ്ലവത്തിന് കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കലാകാരൻ. അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ആൾക്ക് ഉറക്കെ പാടാനും പറയാനും എഴുതാനും പറ്റുന്ന ഒരു അവസ്ഥ, സോഷ്യൽ അവസ്ഥ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ പറയുമ്പോൾ തിരിച്ചാക്രമിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് ഉറക്കെ പറയുന്ന ആളാണ് കലാകാരൻ. അങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം ജനങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ശക്തിയുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ ഈ ഓരോ കലാപ്രവർത്തകരെയും കാണുന്നത്. അപ്പം അത്തരത്തിലൊരാൾ ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളെ എത്ര പേര് ചേർന്ന് ആക്രമിച്ചാലും ഗലീലിയോ ആദ്യം ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞു പോയ അദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ പോയ സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ പല വിമർശനങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങളും തെറ്റാന്ന് പറയും, ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 5-10 വർഷം കഴിഞ്ഞ് ഇതായിരിക്കും അന്നത്തെ ശരി എന്നുള്ള കാര്യം ചരിത്രം പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. അത് പലപ്പോഴും നമ്മൾ ചരിത്രത്തെ നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിന്നാലേക്ക് പോയെങ്കിലും ചരിത്രം മറക്കും. നമ്മൾ വന്ന വഴി, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ആരായിരുന്നു, നമ്മളെങ്ങനെ ഇന്ന് ഇങ്ങനെയായി എന്നുള്ളത് പലപ്പോഴും മറക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഉണ്ടാവുന്ന ഇതൊക്കെ ഒരു മാറ്റത്തിന്റെയും വിപ്ലവത്തിന്റെയും ഭാഗമാണെന്ന് ഞാൻ പറയുന്നത്. ഇതില് ഇപ്പൊ ഗൗരിയുടെ പർട്ടിക്കുലർ വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ അതിനെ ഒരു കാര്യമായിട്ടല്ല ചുരുക്കി കാണുന്നത്. ഞാൻ കാണുന്നത് ഒരു വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നിങ്ങൾ അതിനെ എവിടം വരയ്ക്ക് ഒരു ബൗണ്ടറി വെക്കാം എന്ന് നിങ്ങൾ പറയുന്ന എന്ത് മാനദണ്ഡങ്ങളിലാണെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും, അല്ലേ? അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം കൂടിയാണ്. നമുക്ക് അവിടെ കയറിയിട്ട് എല്ലാവരും കയറി ഇപ്പൊ ഞാൻ എങ്ങനെ ഉള്ള വസ്ത്രം ധരിക്കണമെന്ന് പറയാനുള്ള അവകാശം ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അൺലെസ് അയാൾക്കത് ഞാനായിട്ട് പോയിട്ട് ഉപദ്രവമൊന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഈ വസ്ത്രം ധരിക്കുന്നത് മുതൽ ഭക്ഷണം കഴിക്കുന്നത് മുതൽ എല്ലാത്തിൻ്റെ സ്വാതന്ത്ര്യം പേഴ്സണലാണ്. അവിടേക്ക് എല്ലാവർക്കും വന്ന അഭിപ്രായം പറയാൻ ഇനി പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കേൾക്കില്ല, അത്രേ ഉള്ളൂ. അവിടെ ആ ഗേറ്റിനപ്പുറത്ത് തന്നെ നിൽക്കും ആ കാര്യങ്ങൾ. അങ്ങനെ കാണുന്ന ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ താഴെ കമൻ്റ് ഇടുന്ന ഒരാൾ, ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ ചോദിച്ചിട്ടുണ്ട്, ഈ കമൻ്റ് ഇടുന്ന പലരും സൗന്ദര്യത്തിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരാളുടെ രൂപത്തെ ആക്ഷേപിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നില്ല അവർക്കൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ എഴുതേണ്ട കാര്യം. അവനവൻ്റെ വീട്ടിലെ ആളുകളെ കുറിച്ച് എഴുതുമോ? അത് അത്തരം ചിന്തകൾ ഉണ്ടാവുന്നില്ല. അത് അന്നേരത്തെ ഒരു ഇതിനങ്ങ് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ
ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതിയിടുമ്പോഴും ആ സ്ഥലത്ത് നമ്മളൊന്ന് വെച്ച് നോക്കി ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേയൊക്കെ മാറ്റം വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മുന്നേ ചർച്ച ചെയ്തു മ്യൂസിക്കിൻ്റെ ഒരു സിനിമയിലെ ഒരു പ്രാധാന്യം. ഓക്കെ, ഒരു കഥ കേൾക്കുന്നു, ആ കഥയ്ക്ക് അനുയോജ്യമായൊരു പാട്ട്, അങ്ങനെയാണോ അതിൻ്റെ പ്രോസസ്സ്? അതെങ്ങനെയാണ്? അതെ, ഒരു കഥ കേൾക്കുന്നു, കഥയിൽ സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇവിടെയൊക്കെയാണ് ഗാനങ്ങൾ വരേണ്ടതെന്ന്, അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടാവും. അതിലുപരി ചില വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചില അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, അവിടെ ഒരു പാട്ട് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതാത്ത, പാട്ടിന് സ്ഥലം കൊടുക്കാത്തൊരു തിരക്കഥയിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ഒരു പാട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്ന സജഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ തിരക്കഥ കൃത്യമായിട്ട് സംഗീത സംവിധായകന് അറിവുണ്ടാവുക, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, മറ്റൊരു ചോദ്യം, ഇപ്പോൾ ആനന്ദ് മധുസൂദനൻ എന്ന മ്യൂസിക് കമ്പോസർ, അതിൻ്റെ ഒരു ആ മ്യൂസിക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം അതിൻ്റെ ഔട്ട് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടത്, അതിനെന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുണ്ടോ? അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ശ്രമം എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എന്താണെന്ന് കാണിക്കുന്നതായിരിക്കും എൻ്റെ എല്ലാ കലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. എൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നേരത്തെ ഹൃദയ ചോദിച്ച ഒരു കാര്യം, വരികൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതെന്തുകൊണ്ട് ആ ചർച്ച വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാട്ടുകൾ കേട്ട ഏതൊക്കെയോ പാട്ടുകളിൽ തോന്നിയിട്ടുണ്ട്, അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അത് ഞാൻ എടുത്തു പറയേണ്ട ഐഡൻറ്റിറ്റി അല്ല, ഞാൻ പറയാൻ വേണ്ടി അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് എന്നിലുള്ളൊരു കാര്യം ഞാൻ പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ആളുകൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഗതം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഫോഴ്സ്ഫുള്ളി ഞാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വരുന്നൊരു ചർച്ചയാണ് ഈ പഴയ പാട്ട് പുതിയ പാട്ട്, പഴയ പാട്ടിന്റെ ഭംഗിയും പുതിയതുമായിട്ടുള്ളൊരു കമ്പാരിസൺ. പലപ്പോഴും പണ്ട് നമ്മൾ ആസ്വദിച്ച പാട്ട് മറ്റ് പല രീതിയിൽ പുതിയ സിനിമകളിൽ പല രീതിയിലും വരുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഈ ഒരു കമ്പാരിസൺ അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കാര്യം അങ്ങനെ ഉള്ള വിഷയത്തിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ അത്തരം കമ്പാരിസണുകളെ കണക്കാക്കാത്ത ഒരാളാണ്. അത് കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം എൻ്റെ അച്ഛൻ പറയുകയാണ്, ഞാനൊന്നും ജനിച്ചിരുന്നപ്പോൾ കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടില്ല. നാളെ ഞാൻ കമ്പ്യൂട്ടർ കാണുന്നത് എൻ്റെ +2 കാലഘട്ടത്തിലാണ്. അടുത്ത ജനറേഷൻ അവർ ജനിക്കുമ്പോഴേ ഐപാഡായിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുകയോ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയോ ചെയ്യുന്നതിന് യാതൊരുവിധ അർത്ഥവും എനിക്ക് തോന്നുന്നില്ല. ടെക്നോളജി മാറുന്ന പോലെ തന്നെയാണ് ഇതെല്ലാ കാര്യങ്ങളും. അതായത് ഇതൊരു പരിണാമമാണ്. ലോകം മുഴുവൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇവോൾവ് ചെയ്യുമ്പോൾ ഇന്ന് ശരിയെന്നുള്ളത് നാളെ പലപ്പോഴും തെറ്റായിരിക്കും, അല്ലെങ്കിൽ തെറ്റുകളായിരുന്നു പലതും ശരിയായി മാറാം. കമ്പാരിസണേക്കാട്ടുപരി അതിൽ നല്ലതുകളെ എടുക്കുക എന്നുള്ളത്. പഴയതായിക്കോട്ടെ, അതിൻ്റെ നല്ലതും എടുക്കാം, പുതിയതിലേ നല്ലതിനെ കണ്ടെത്താം. ഇത് അതിനു പകരം അടച്ചാക്ഷേപിക്കുന്ന കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. പുതുമയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളെ ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ചടങ്ങിന് പോയപ്പോൾ എനിക്കെന്തോ യൂത്ത് ഐക്കൺ അവാർഡ് തരാൻ വേണ്ടി വിളിച്ചു. പോയി കഴിയുമ്പോൾ വളരെ വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്. അന്നേരം ആ വേദിയിൽ പറയുകയാണ്, യുവജനങ്ങളൊക്കെ മോശപ്പെട്ട ആൾക്കാരാണ്, ഇവരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റത് ഉപയോഗിക്കുന്നു, മറിച്ചത് ഉപയോഗിക്കുന്നു, ഇവർ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് യുവതലമുറ. ഞാൻ ആ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് ഐക്കണാണ്, ഏറ്റവും മോശം യുവതലമുറയിലെ ഏറ്റവും മോശപ്പെട്ട ആളായിരിക്കണം ഞാൻ അത് വാങ്ങിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് മുൻനിർത്തി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഈ പാടങ്ങൾ മുഴുവൻ വയലുകൾ മുഴുവൻ നികത്തി വീട് വെച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ വെള്ളം കുപ്പിക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇന്നാ ഗതികേടുണ്ട്, ഞങ്ങളായിട്ടുണ്ടാക്കി വെച്ചതല്ല. നിങ്ങളുടെ സമയത്ത് വിദ്യാഭ്യാസത്തിന് പോവാൻ ഒരുപാട് ദൂരം ചെന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ സ്കൂളിൽ ചെന്നിട്ടുണ്ടാകും. പക്ഷെ അന്നത് കച്ചവടമായിട്ടില്ല, ഇന്നത് കച്ചവടം ആയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളവർ മുഴുവൻ കുഴപ്പക്കാരാന്ന് പറയുന്ന, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാണെങ്കിൽ 100 കാര്യങ്ങൾ പറയാം. നമ്മൾ ഇതിന് നല്ലതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാത് കാലഘട്ടങ്ങളിൽ അന്നത്തെ സൗകര്യം അനുസരിച്ചാണ് അന്നത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത്. അതിന് നല്ലതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന കാര്യം. നമുക്ക് തിരക്കഥ
തിരക്കഥ എഴുതി തുടങ്ങുന്നത്, അല്ലെങ്കിൽ അത് ആ രംഗത്തേക്ക് വരുന്നത് എപ്പോഴാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ എഴുത്തുകാരൻ എന്നുള്ളതിനെക്കാട്ടും ഉപരി കഥ പറയുന്ന ഒരാളാണ്. എനിക്ക് കഥ പറയാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സൂരജേട്ടനോടൊക്കെയാണ് ഞാൻ കൂടുതൽ കഥകൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ചെറിയ സൗഹൃദ വലയത്തിലാണ് നമ്മൾ കഥകൾ പറയുന്നത്. അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പല കഥകളും ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് വിശേഷം തന്നെയാണ് ഒരു സമയത്ത് വന്നത്. അപ്പോൾ അതിന് മുമ്പ് വേറൊരു പ്രോജക്റ്റൊക്കെ നമ്മൾ ആലോചിച്ചത്. അപ്പോൾ വിശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഇത് നല്ലതാണ്, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ കോവിഡ് സമയമായിരുന്നു. അപ്പോൾ അന്നേരം അത് ചെയ്യാൻ സാധിച്ചില്ല. ആ സിനിമയ്ക്ക് കുറച്ചും കൂടി നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുകയൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് അന്നേരമാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയെന്ന് പറഞ്ഞ് മറ്റൊരു സിനിമ, ഒരു ഹൊറർ സിനിമയായിട്ട് നമ്മൾ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന തിരക്കഥ അതാണ്. അപ്പൊ അതിനു മുമ്പേ ആലോചിച്ചിരുന്നത് വിശേഷം തന്നെയായിരുന്നു. അതിനു മുന്നേ ആലോചിച്ചിരുന്നു. അത് സംഭവിക്കാൻ അതെപ്പോഴും അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷം എടുത്തു സംഭവിക്കാൻ എന്ന് പറയാം. പക്ഷെ അന്നുണ്ടായ കഥയിൽ നിന്ന് ഒരുപാട് മാറ്റം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിനനുസരിച്ചും നമ്മളെ ഏറ്റവും കറണ്ടായിട്ട് എങ്ങനെ അത് പറയാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം നമ്മൾ മുന്നേ ചർച്ച ചെയ്ത കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു. അതെ അതെ അതെ, അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഥയുടെ ഒരു ത്രെഡ് ചിലപ്പോൾ നമുക്ക് 10 വർഷം മുമ്പ് കിട്ടിയതായിരിക്കാം. അത് ഇവിടെ ഇപ്പൊ ഇന്ന് ആവില്ല ഇപ്പൊ. അപ്പൊ ഇന്നത് എങ്ങനെ പറയണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് ആളുകളിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നത്. പഴയ സിനിമകള്, അതിനിപ്പോ പാട്ടായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, പഴയ ഗാനരംഗങ്ങള്, പഴയ ഡയലോഗുകള്, എന്തോ അതെല്ലാം ഇന്നത്തെ കാലത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ട്, വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്തോ കേട്ട് തഴമ്പിച്ച കാര്യം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ കാലത്തിന്റെ ഒരു വിജയമാണത്. എല്ലാ ആളുകൾ ചർച്ച ചെയ്യുന്നു, എല്ലാ ആളുകളും വിമർശിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുമ്പോഴും 2 തവണ ഇപ്പൊ ചിന്തിക്കും. അത് ആ രീതിയിൽ ചർച്ചയാകും അറിയാം. അപ്പോൾ ആസ് എ മ്യൂസിക് കമ്പോസർ, ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇപ്പോ ആസ് എൻ ആക്ടർ, സ്വന്തം വർക്കില് ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? എപ്പോഴും അതിൽ ബോധവാനായിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണത്? അത് ബോധവാനാവാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒരു കാര്യം പറയുമ്പോൾ ആരും വേദനിപ്പിക്കാതെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ കാര്യം പറയുന്നതാണ്. സമൂഹത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞ് എത്തിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതൊരു പേഴ്സണലായിട്ടുള്ളൊരു ഇതായി മാറരുത്, ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ളത് മനഃപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെ ആണെങ്കിലും ഇപ്പുറത്തൊരു മറുവശം പറഞ്ഞുതരാം. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ മെലിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ തടിച്ച ഒരാൾ, അല്ലെങ്കിൽ കഷണ്ടിയുള്ള ഒരാൾ, ഇത് ചില നേരത്തെ ഒരു അടയാളങ്ങളാണ്. ചില നേരത്ത് അത് അയാളെ വേദനിപ്പിക്കാൻ പറഞ്ഞായിരിക്കണം എന്നില്ല. ഒരാളെ ആരാ കൂട്ടത്തിൽ എന്ന് പറയാൻ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കായിരിക്കാം ആ നിൽക്കുന്ന കഷണ്ടിയുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ ചില നേരത്ത് നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മറന്നു പോകും. എന്തിനാണ് നമ്മളിത് നമ്മുടെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാവരുത്, ആരെയും വേദനിപ്പിക്കരുത്. അത് ഒരു ആനുകൂല്യം പോലെ ആയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ വായടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അത് ഇതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. അത് ഭംഗിയുള്ള ഒരു ബാലൻസാണ്. നേരത്തെ ഹൃദയ പറഞ്ഞ പോലെ ഒരു സൂക്ഷ്മത ഉണ്ട് അതിനകത്ത്. നമ്മൾ എന്ത് പറയാം, എവിടെ പറയാം, എങ്ങനെ പറയാം എന്നുള്ളതിൻ്റെ ഒരു ചിന്തയുണ്ടാവുന്നതാണ് ഇത് ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വിജയമാണ്. ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒരു സിനിമ അതിന്റെ ത്രെഡ്, നമ്മളത് സിനിമയായി തിയേറ്ററിലെത്തുമ്പോഴേ നമ്മളത് കാണുന്നുള്ളൂ. ഒരു ത്രെഡ്, ആ ത്രെഡ് ഉണ്ടായി വരുന്നതിനും ഒരു പ്രോസസ്സ് ഉണ്ട്, പല ഘട്ടങ്ങളുണ്ട്. ആ ത്രെഡ് ഒരു കഥയാകുന്നു, അതൊരു സിനിമയാകുന്നു. അതിനെടുക്കുന്ന ആ ഒരു എക്സസൈസിന്റെ പ്രോസസ്സ് അതൊന്ന് പറയാമോ? ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ രചയിതാവിനും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ത്രെഡ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ത്രെഡിനെ അവതരിപ്പിക്കേണ്ട ഈ സിനിമയ്ക്കൊരു ഈ കഥ ഞാൻ പറയേണ്ടതാണോ, ഇങ്ങനൊരു സിനിമ ഇവിടെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്ന കാര്യം. അത് എനിക്ക് അതിനുള്ള ഉത്തരങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ ഞാൻ അതായിട്ട് ഫോർവേഡ് ചെയ്ത് പോവുകയുള്ളൂ. അത് ഉത്തരമുണ്ടെങ്കിൽ അടുത്ത ദൗത്യം ഇത് എങ്ങനെ പറയാമെന്നാണ്. അതെങ്ങനെ പറയണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ട്
ഞാൻ ഈ കഥയുടെ ഒരു രൂപരേഖയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറ ആളുകളോട് മുഴുവൻ ഈ കഥ പറയും. അത് പല പ്രായപരിധിയിലുള്ള പല ജീവിത അവസ്ഥകളിലുള്ള പലരോടും ഞാൻ ഈ കഥ പിച്ച് ചെയ്യാറുണ്ട്, നറേറ്റ് ചെയ്യാറുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന നല്ല രസമുള്ള ഫീഡ്ബാക്കുകളുണ്ട്. അതായത് അവർ പറഞ്ഞിട്ടായിരിക്കില്ല ഫീഡ്ബാക്ക് വരിക. ചിലപ്പോൾ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു നെറ്റിയിലെ ചുളിവ് മതി നമുക്ക് മനസ്സിലാവുക അത് വർക്കായിട്ടില്ല മനസ്സിലാവുക. അത്തരം ഒരു ലേണിങ്ങിൽ കൂടിയാണ് ഞാനൊരു സിനിമയുടെ തിരക്കഥയെ ഫൈനലായി തീർക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞും സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയത്തും ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടായെന്ന് വരാം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ പിച്ചിങ് പ്രോസസ്സാണ് എന്നെ വളരെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാറുള്ള ഒരു കാര്യം ഒരു സിനിമയാകുന്നതിൻ്റെ ഇടയിൽ. ഓക്കെ, ഇപ്പൊ ഒരു സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിലീസായി കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ ഇപ്പോൾ അധികം സമയം വേണ്ട. ഭയങ്കര വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു ഇടത്തിലേക്കാണ് അത് എത്തുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു സിനിമ വന്നാൽ വളരെ കിടിലമാണ്, അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പറയും ക്രിഞ്ചാണ്, ഇപ്പോഴത്തെ ഒരു വേർഡാണത്, ക്രിഞ്ചാണെന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയം ചർച്ചയാവുകയും ചെയ്യും, വിവാദമാവേണ്ടതാണെങ്കിൽ അത് അങ്ങനെ ആവുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് ആളുകളുടെ ആസ്വാദനത്തിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒരു സിനിമ ചെയ്യുന്ന ഒരു വ്യക്തി മുൻകൂട്ടി ചിന്തിക്കാനോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനോ ഒക്കെ പറ്റുമോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ശ്രമം നടത്തുമോ സിനിമയ്ക്ക് മുന്നേ? എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സമൂഹത്തിന് നയിക്കുന്ന ഒരാളാണ്. നമ്മളാണ് വിരൽ ചൂണ്ടി ഇങ്ങനെയും ഒരു കാര്യം പറയാന്ന് ചിലപ്പോൾ ഒരു വീക്ഷണം കൊടുക്കുന്നത്. അതുവരയ്ക്കും ചിന്തിക്കാത്തൊരു ഇങ്ങനൊരു ഭാഗം ഉണ്ടായിരുന്നല്ലേ ആ കാര്യത്തിന് എന്ന് ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ. അത് നമ്മുടെ എഴുത്തുകാരൊക്കെ അത്തരത്തിൽ പലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഭീമന്റെ കഥാപാത്രത്തെ രണ്ടാമൂഴത്തിലേക്ക് വയ്ക്കുമ്പോഴാണ് ഭീമന് ഇങ്ങനെയും ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതൊരു എഴുത്തുകാരനാണ് അതിലേക്ക് നയിച്ചത്. അപ്പോൾ ഒരു സ്ഥാപിത വ്യവസ്ഥയിലുള്ള സമയത്ത് ഇതിന് ചേർന്നൊരു കഥയാണ് ഞാൻ പറയേണ്ടത്, ഇത് മാത്രം ഇവിടെ കുറേ 5 പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ അത് മാത്രമേ ഞാൻ ചെയ്യാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കഥാപരമായിട്ടോ അല്ലെങ്കിൽ മേക്കിങ്ങിലൂടെയോ ഒക്കെ സഞ്ചരിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ വന്നൊരു പ്രശ്നമാണ് ഈ നിരൂപണവും നിരൂപകരും പ്രശ്നക്കാരാണെന്നുള്ളൊരു ഒരു പക്ഷവും ഉണ്ട്. എന്നാൽ ഇതൊന്നും സിനിമയെ ബാധിക്കുന്നില്ലെന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ളവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ 2 വശമുണ്ട്. സാറിന് അതെങ്ങനെയാണ് തോന്നുന്നത്? നിരൂപണം എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കണ്ടു, നിരൂപണം നടത്തുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കുന്നു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആസ്വാദനം മറന്നു പോകരുത്. അതാണ് എനിക്ക് ചില നേരത്തെ ഇത്തിരി വേദനയായിട്ട് തോന്നാറുള്ളത്. പലപ്പോഴും ഞാൻ പറയുന്നത് യൂട്യൂബിൽ വന്നിരുന്ന് പറയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിടുകയല്ല എൻ്റെ ഇത് പറയുന്നത്. ഒരു കോമൺ മാൻ നമുക്ക് സ്വസ്ഥമായിട്ടൊരു സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് പോകേണ്ട ആളുകളാണ് നമ്മൾ. അത് മറന്ന് നമ്മളൊരു വിമർശന ബുദ്ധിയോട് മാത്രം നമ്മൾ സിനിമയെയോ പാട്ടിനെയോ എന്തിനേയും കാണാൻ അവിടെ നമുക്ക് അതിൻ്റെ ആ എസൻസ് പോകുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയായിരിക്കും എന്ന് തോന്നണില്ല. മറിച്ച് ഒരാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെയാണ് തന്നെ ഇതിൻ്റെ സ്വാതന്ത്ര്യം, ഇതിൻ്റെ ബൗണ്ടറി ഇതാരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ പണ്ട് നിരൂപകരും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഒരു ആഴ്ചപ്പതിപ്പിലോ ഒക്കെ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെയാണ് നമ്മൾ നിരൂപണം വായിച്ചിരുന്നത്. ഇതിന് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് സോഷ്യൽ മീഡിയ, അതെ, അപ്പൊ അതിന്റെ രീതി മാറി. അതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതിന് പലരും ആസ്വാദകരാണ്, അവര് സ്വയം നിരൂപകരാണ് തെറ്റിദ്ധരിച്ചോ മറ്റോ എഴുതുന്ന ആൾക്കാരും ഉണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് സ്വയം ചിലപ്പോൾ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ. കാരണം നിരൂപണം എന്നുള്ളതിന് വലിയൊരു വാല്യൂ ഉണ്ട്, അതിനൊരു വിലയുള്ള ഭാഗമാണ്. അത് എല്ലാവർക്കും ഇപ്പൊ ഒരു ഡോക്ടറുടെ ജോലി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്റെ ജോലി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നിരൂപകനെയും കാണുന്നത്. അതിനൊരു വലിയ വിലയുള്ള ജോലിയാണ്, അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് അറിഞ്ഞ് ചെയ്യുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയുള്ള കാര്യമാണ്. അത് അറിയാതെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് കാണും. അപ്പൊ ഇതുകൊണ്ട് ആരോടും മിണ്ടാതിരിക്കണം എന്ന് പറയാനൊന്നും ആർക്കും പറ്റില്ല. അത് അതൊന്നും ശരിയുള്ള കാര്യങ്ങളുമല്ല.
പക്ഷെ അതൊക്കെ എഴുതുന്ന ആളുകൾ, നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഒരു കമന്റ് എഴുതുന്ന പോലെ എഴുതുന്ന ആളുകൾ എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യം. ഒരു സിനിമയുടെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഇത് പൊതു അഭിപ്രായത്തിന് കരുതിയിരിക്കും ഇതിന്റെ ബാധിക്കില്ല. അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു നിരൂപകന്റെ ഇത് മാത്രം കണ്ട് ആളുകൾ സിനിമയ്ക്ക്, അത് ചിലപ്പോൾ ഒരു സിനിമയിൽ സംഭവിച്ചെന്നിരിക്കും, എത്ര സിനിമയ്ക്ക് സംഭവിക്കും. ഒരു സിനിമയ്ക്ക് ഒരു നിരൂപകൻ നല്ലതാന്ന് പറയുകയും ചിലപ്പോൾ സിനിമ ഈ കണ്ട പ്രേക്ഷകന് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അങ്ങനെ ഒരു തവണ സംഭവിച്ചാൽ മതി, പിന്നെ അയാളെ വിശ്വസിക്കാതെയും. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ വ്യക്തിപരമായിട്ട് ഒരാളുടെ ഒരു ടേസ്റ്റിന്റെ വിഷയമാണ്. അപ്പോൾ അത് മാത്രം നോക്കി കാണുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ സിനിമാ രംഗത്തേക്കുള്ള വഴി തേടുന്നവർ ഒരുപാടാണ്. അതിലേക്ക് സിനിമയിലേക്ക് പ്രവേശിക്കാൻ അത് ഏത് മേഖലയായിക്കോട്ടെ. ഇപ്പൊ ഗായകരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ അതിനൊരു ആളുകൾ ഐഡന്റിഫൈ വഴിയാണ്. സോഷ്യൽ മീഡിയ വന്നു. പക്ഷെ തിരക്കഥ, സംവിധാനം, ആക്ടിങ്, ഈ ഒരു മേഖലയിലേക്ക് ആളുകൾക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അതെനിക്ക് തോന്നുന്നത് അഭിനയത്തിനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പൊ വരുന്നവരൊക്കെ വരുന്നൊക്കെ ഉണ്ട്. മറിച്ച് സംവിധാനത്തിലേക്കും എഴുത്തിലേക്കും വരുമ്പോൾ അത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് ഒന്ന് സിനിമ ജനിക്കുന്നത് ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതുമ്പോഴാണ്. അവിടെ നിന്നാണ് സിനിമയുടെ തുടക്കം. അല്ലാതെ ഒരു സംവിധായകനും എഴുത്തുകാരനെങ്ങാനും തീരുമാനിക്കണം നാളെ ഒരു സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഉണ്ടാവില്ല. അവിടെ അതൊരു കഥയുണ്ടാവണം, ഒരു പ്രമേയം ഉണ്ടാവണം. അപ്പൊ ആ കഥ എഴുതി ഒരു എന്താ പറയുക, ഒരു വീടിന് തറക്കല്ലിടുന്ന പോലെയാണ് ആ കഥ എന്ന് പറയുന്ന കാര്യം. അതുണ്ടാക്കി അയാള് വേണം, അല്ലെങ്കിൽ ആ സംവിധായകനോ എഴുത്തുകാരനോ വേണം ഈ പ്രൊജക്റ്റ് മുഴുവൻ ഉണ്ടാക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ. അപ്പോൾ അയാളാണ് പോയി കഥ ഇത്തരം ആളുകളോട്, പ്രൊഡ്യൂസേഴ്സിനോട് പോയി പറയുന്നു, പ്രൊഡക്ഷൻ ഹൗസുകളിൽ പോകുന്നു, അഭിനേതാക്കളോട് പോയി പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സിനിമ ഒന്നായിത്തീരാൻ. അപ്പൊ ആ വ്യക്തി എന്ന് പറയുന്നത് അദൃശ്യനാണ് സിനിമയ്ക്കകത്ത്. ഒരു സിനിമ വിജയിച്ചു കഴിയുമ്പോഴാണ് അയാളെ നമ്മൾ കാണാൻ തുടങ്ങുന്നുള്ളൂ. അതുവരയ്ക്കും അയാൾ എവിടെയോ ഇവിടെ ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര എളുപ്പത്തിൽ വന്ന് കയറാവുന്ന ഒരു സ്പേസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെയേറെ പണിവെട്ടാണ് ഓരോരുത്തരും ഇവിടെ വന്നെത്തുന്നതും നിലനിൽക്കുന്നതും. അത് പറഞ്ഞപ്പോഴാണ് പ്രവേശിക്കുന്നത് മാത്രമല്ല നിലനിൽക്കുന്നതും ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മമ്മൂട്ടിയുടെയൊക്കെ ഒരു സിനിമ പുറത്തിറങ്ങിയ എല്ലാവരും പറയുന്നതാണ്, മമ്മൂക്ക ഓരോ സിനിമയിലും പുതിയത് നൽകുന്ന ആളാണ്. മമ്മൂക്ക ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വയം മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ഇപ്പോൾ ഒരു സ്വയവിമർശനം അല്ലെങ്കിൽ സ്വയം പുതുക്കല്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് അവനവനെ തന്നെ മോഡിഫൈ ചെയ്യുക, അതിൻ്റെ ഒരു അത് എനിക്ക് ഏത് മനുഷ്യനിലും ഉണ്ടാവേണ്ട കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കലാകാരനാണെന്ന് സ്വയം ഒരാൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാളുടെ മേൽവിലാസം അതാണെങ്കിൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു തുറന്ന പുസ്തകം പോലെ നമ്മൾ സമൂഹത്തെ തുറന്ന് നോക്കുകയും അതിലെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആവുക. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നും എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നല്ല. അപ്പോൾ ഇത് തുടർച്ചയാണ്, ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മളും. അപ്പോൾ നമ്മൾ പിന്നോട്ട് തന്നെ വലിഞ്ഞ് നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കുന്നുള്ളൂ, കാലം പോയിക്കോളും. അപ്പോൾ അതിനെ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതും പഠിക്കുക എന്നുള്ളതും ഇവോൾവ് ചെയ്യുക എന്നുള്ളതും ഒക്കെ നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ മറ്റാരെങ്കിലും ആവശ്യമല്ല നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ബോധവും വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ചോദ്യം, വിശേഷത്തില് വൈ ഷിജു എന്തുകൊണ്ട് ആനന്ദ് മധുസൂദനായി? അത് ഷിജു ഭക്തന്റെ കഥാപാത്രം ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നറേറ്റ് ചെയ്യുന്ന ഒരാളാണ് കഥ. ഇപ്പൊ സൂരജേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് കഥ പറയാൻ അറിയില്ല, കഥ അഭിനയിച്ച് കാണിക്കാൻ അറിയുള്ളൂ എന്ന് പറയും. അപ്പൊ ഞാൻ നറേറ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരി അതൊരു മോണാക്ട് പോലെയാണെന്നാണ് കഥ കേൾക്കുന്ന ആൾക്കാർ പറയാ. ഈ ഓരോ കഥാപാത്രത്തിന്റെയും നേരത്തെ കഥ പറയാനാണ് ഇഷ്ടം. എനിക്ക് കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലാണ് ഞാൻ കഥ പറയുന്നതും. അപ്പൊ ഒരു സിനിമ കാണുന്ന പ്രതീതി ഉണ്ടാവണം ഞാൻ കഥ പറയുമ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ചില നേരത്ത് ഫ്ലോപ്പായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്.
മറിച്ച് പരമാവധി അതിന് ശ്രമിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ കഥ പറയുന്ന ശീലം ഉണ്ടാവുകയും എൻ്റെ കഥ പറച്ചിൽ കാണുകയും ചെയ്തതിന്റെ പേരിലാണ് ഒരു തവണ ഈ ചോദ്യം മുന്നോട്ട് വരുന്നത്. തനിക്ക് തന്നെ നിങ്ങൾ ചെയ്തുകൂടെ എന്ന് കേട്ട പാടെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരിക്കലും അഭിനേതാവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരാളുമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. മറിച്ച് അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞത് തന്നത് സംവിധായകനാണ്, സൂര്യചേട്ടനാണ്. അതിനൊരു ഈ സിനിമയ്ക്ക് ഒരു പുതിയ മുഖം ഉണ്ടാവുക, അതിലുപരി അൺപ്രഡിക്റ്റബിൾ ആവുക ഒരാൾ അഭിനയത്തിൽ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മറ്റൊരു ആളെ ഇവിടെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾ ഇവിടെ തുറന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാകുമ്പോൾ അയാൾ എങ്ങനെ പോകുമെന്ന് ചിലപ്പോൾ ഓഡിയൻസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനാകുമ്പോൾ പ്രഡിക്റ്റബിലിറ്റിക്ക് ചാൻസസ് ഇല്ല. അപ്പം അത്തരം കുറെ കാര്യങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് അതെ. അപ്പോൾ ആ പ്രഡിക്റ്റബിലിറ്റിയെ ഓവർകം ചെയ്യുക. പിന്നെ ഇപ്പൊ ട്രെയിലറിലും ടീസറിലൊക്കെ കാണുന്ന ഷിജു ഭക്തന്റെ കഥാപാത്രം എന്ന് പറയുന്നത് സോ കോൾഡ് ഒരു എന്താ പറയാ 5 പേരെ അടിച്ചിടുന്ന ഒരു നായക കഥാപാത്രം ഒന്നും അല്ല. അങ്ങനത്തെ ഒരു നായകനല്ല. ഇപ്പൊ ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഷിജു എൻ്റെ മനസ്സിൽ വളരെ തികഞ്ഞ ഹീറോ തന്നെയാണ്, അയാളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ കഥാപാത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ന്യൂവൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അയാൾ ആരാന്ന് നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ തിരശ്ശീലയിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മുമ്പിലുണ്ടായിരുന്ന ചാലഞ്ച്. കാരണം നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് വരുന്ന ഭാവവും അഭിനയിക്കാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ പോവുക എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആശങ്കകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തോളം ഞാൻ എൻ്റെ സെറ്റിലുള്ള സകല ആൾക്കാരെയും ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചിട്ട്. ഞാൻ അഭിനയിക്കുന്നത് ശരിയാകുന്നുണ്ടോ, നിങ്ങളൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആസ്വദിക്കാൻ, ഈ അഭിനയം എന്ന് പറഞ്ഞൊരു കാര്യത്തെ ആസ്വദിക്കാൻ പഠിച്ചത് ആ 3 ദിവസങ്ങൾ കൊണ്ടാണ്. എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ സംഗീതം ചെയ്യുന്ന പോലെയും എഴുതുന്ന പോലെയും തന്നെ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് അഭിനയം. ഈ കഥ ക്രിയേറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അപ്പോ ഷിജു എന്നുള്ളൊരു കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അയ്യോ, അത് മനസ്സിൽ എഴുതിയപ്പോ ഉണ്ടായിരുന്നില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ മുൻനിരയുള്ള പല നായക നടന്മാരെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കഥ പോയി പറഞ്ഞിട്ടുണ്ട്, ഈവൻ ബേസിൽ ഒരു തവണ ഞാൻ ബേസിലിനെ കണ്ട് ഈ കഥ പിച്ചിട്ടുണ്ട്. ബേസിൽ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ബേസിലാണ് ഈ കഥ തന്നെ, ഈ കഥാപാത്രം പറഞ്ഞപ്പോ ബേസിലാണ് എന്നോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇത് ചേട്ടൻ തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അഭിനയത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ? അതായത് ഇപ്പൊ എല്ലാ മേഖലയിലും കൈവച്ചു. മനസ്സിലായി. അല്ല, എനിക്ക് തോന്നുന്നത് അഭിനയം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിലേക്ക് എന്ത് എന്നെ കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. എന്നാ ഒരു കഥ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞ് എഴുതാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. മറിച്ച് അഭിനയത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഞാൻ എഴുതണം എന്നില്ലല്ലോ, മറ്റൊരാൾ തരുന്ന കഥാപാത്രമാവാതെ. അപ്പൊ അതെന്താന്ന് അതൊരു പഠനമാണ്, എന്നെ സംബന്ധിച്ച് പുതിയ കാര്യമാണ്. ഇപ്പൊ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എഴുതാത്തൊരു കഥാപാത്രം അതെങ്ങനെയായിരിക്കും ഞാനതിനെ ചെയ്യുക എന്നൊക്കെയുള്ള എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി പുതിയ വർക്കുകളിൽ മ്യൂസിക്കിൽ പ്രതീക്ഷിക്കണോ അതോ അഭിനേതാവെ പ്രതീക്ഷിക്കണോ, തിരക്കഥാകൃത്തെ പ്രതീക്ഷിക്കണം? ഇപ്പൊ എന്റെ മുമ്പില് എഴുതാൻ ഉള്ള 1-2 സബ്ജക്റ്റുകളുടെ ഒരു തെളിച്ചമുണ്ട്. അപ്പം അതിനെ നോക്കി ഞാൻ പോവും എന്തായാലും. പിന്നെ മ്യൂസിക്കിൽ എനിക്ക് സിംഗിൾസ് ചെയ്തു തുടങ്ങണം എന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി സിനിമയല്ലാതെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഏരിയ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. അഭിനയിക്കുക എന്ന് പറഞ്ഞ കാര്യം ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിലിരുന്നത് പറയുമ്പോൾ ഈ സിനിമ റിലീസ് ആവുന്നേ ഉള്ളൂ. ഈ വരുന്ന ജൂലൈ 19 റിലീസ് ചെയ്ത് ജനങ്ങൾ കണ്ട് മറ്റുള്ളവർ സിനിമയ്ക്കകത്തുള്ള മറ്റുള്ളവർ എല്ലാവരും കണ്ട് തീരുമാനിക്കേണ്ടതാണ് ഇയാളിത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, എങ്ങനെ കൊണ്ടുപോകാം. പിന്നെ എനിക്ക് തോന്നുന്നൊരു സാധ്യതയാണ് തുറന്നു തരുന്നത്. സിനിമയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. സിനിമ എനിക്ക് തരുന്ന അവസരങ്ങളാണ് ഇതെല്ലാം. കലയുടെ പല മേഖലകളിൽ കൈവച്ചു കഴിഞ്ഞു. ആ ഒരു
ഘട്ടത്തില് പല സ്റ്റക്കും ഉണ്ടായെന്നും പറഞ്ഞു. അത് അവസാനിച്ചു എന്ന് തോന്നിയെന്നും പറഞ്ഞു. ഐ മീൻ അത് ആ ഒരു കാര്യത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. സ്റ്റക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജീവിതത്തിലൊക്കെ ചിലതൊക്കെ നമ്മൾ ഉടക്കി നിന്ന് പോകുമ്പോൾ ഇത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ആവശ്യം. ഇപ്പൊ എനിക്ക് ആ തീരുമാനം വളരെ കൃത്യമായിട്ടുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. മലബാർ ചാനലിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു. നല്ല ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു.